ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. ഇതാണ് നമ്മുടെ ഇൻസ്പോ. ഇതേപോലെ സൈഡ് എടുക്കുക, എന്നിട്ട് ഒരു സാറ്റൻ റിബൺ എടുത്ത് ഇതേപോലെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നടുക്ക് വരുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഇൻസ്പോ അതാണ്, നോക്കി വെച്ചോണം കേട്ടോ. ചിലപ്പോൾ ഇതാവുമോ എന്ന് എനിക്കറിയില്ല. നമ്മൾ സാധാ ഒരു റിബൺ കെട്ടുന്ന പോലെ തന്നെ അതിനൊന്ന് കെട്ടി കൊടുക്കുക. അപ്പം ഞാൻ ഇത് സാധാ കെട്ടിയപ്പോഴത്തേക്കും ഫസ്റ്റ് കെട്ടിയിൽ തന്നെ താഴോട്ട് പോയിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ട് ഞാൻ മണ്ടയ്ക്ക് കൊണ്ട് കൊണ്ടുവന്നത്. അതിപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടയ്ക്ക് കൊണ്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡ് അത് കറക്റ്റാക്കുക. ആ വട്ടം പോലത്തെ സംഭവമില്ലേ, ആ സാധനം ഒരേ സൈസിൽ വരാൻ നോക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചാൽ ചിലപ്പോൾ കിട്ടും. ഇനി ഇതേപോലെ മറ്റേ സൈഡ് നല്ല നീളമാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പോലെ വി തലതിരിച്ചിട്ടിട്ട് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ എയുടെ നടുക്കത്തെ വടയില്ലാതെ അങ്ങനത്തെ ഒരു സംഭവം. മറ്റേതും അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് നൂലൊക്കെ പൊങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കട്ട് ചെയ്യുമ്പോഴാണ് നേരം പോയത്. അപ്പം അത് പതുക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണമുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ കട്ട് ചെയ്തു. പിന്നെ ഞാനത് അടുത്തേക്കൊന്ന് വലിച്ചു കൊടുത്തു. അപ്പോൾ കറക്റ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വലിച്ചപ്പോൾ അത് പിന്നീട് വലുതായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമുക്കിനി ഇതൊന്ന് ഹെയറിലിട്ട് നോക്കാം. ഇതാണ് ഹെയറിടുന്ന തോന്നി, നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഞാൻ ഒരു 4-5 എണ്ണം കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഇങ്ങനെയുണ്ട്, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.